പോയി അവസാനം ഈ ലൈറ്റിൽ അങ്ങോട്ട് സ്വർഗത്തിൽ കടക്കാമെന്ന് ആഗ്രഹിച്ചതാണ്. പക്ഷേ അവസാന ഘട്ടത്തിലെത്തും അങ്ങോട്ട് നരകത്തിലേക്ക് പൊളിഞ്ഞു വീഴുന്ന ഹതഭാഗ്യരുണ്ട്. അതേ സമയം നടന്ന് കഷ്ടിച്ച് നടന്ന് ഒപ്പിച്ച് അള്ളാഹു സ്വർഗപ്രവേശം നൽകി അതാ സ്വർഗത്തിലേക്ക് അങ്ങ് കടക്കുന്നവനുണ്ട്. അവനൊരു ശ്വാസം വലിക്കൂലേ സ്വർഗത്തിലെത്തുമ്പോൾ? നോക്ക് നിങ്ങൾ, ആ കൂട്ടത്തിലെങ്കിലും അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ആ കൂട്ടത്തിലെങ്കിലും അള്ളാഹു നമ്മളെയും ബന്ധപ്പെട്ടവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. സുല്ലത്തും മിനൽ അവ്വലീൻ വ സുല്ലത്തും മിനൽ ആഖിരീൻ. ഇങ്ങനെ ഒരു വേറിട്ട ശൈലി, ജനങ്ങളുടെ ആധിക്യം, ഇവരുടെ തോത് പറയുമ്പോൾ അങ്ങനെ പറഞ്ഞു. അതോടൊപ്പം തന്നെ വേറെ ഒരു വേറിട്ട ശൈലി നിങ്ങൾക്ക് അവിടെ കാണാം. സുല്ലത്തും മിനൽ അവ്വലീൻ വ ഖലീലും മിനൽ ആഖിരീൻ ഉത്തമ വിഭാഗത്തെ കുറിച്ച് പറഞ്ഞത് എപ്പോഴാ? അവരുടെ സൗകര്യങ്ങൾ പരിചയപ്പെടുത്തുന്നതിന് മുമ്പാ. സുല്ലത്തും മിനൽ അവ്വലീൻ വ ഖലീലും മിനൽ ആഖിരീൻ അത് കഴിഞ്ഞിട്ടാ പറയുന്നത് അവരുടെ സ്വർഗം. അലാ സുറൂരിൻ മൗദൂന മുത്തഖീന അലൈഹാ മുതഖാബിലീൻ എന്ന അസ്ഹാബുൽ യമീനെ പറ്റി പറഞ്ഞപ്പോഴോ, അസ്ഹാബുൽ യമീനെ പറ്റി പറഞ്ഞപ്പോ ആദ്യം സ്വർഗീയ സൗകര്യങ്ങൾ, അതൊക്കെ കഴിഞ്ഞതിന്റെ ശേഷം അവസാനം കൊണ്ടുപോയിട്ട് സുല്ലത്തും മിനൽ അവ്വലീൻ വ സുല്ലത്തും മിനൽ ആഖിരീൻ. എന്തേ ഈ വ്യത്യാസത്തിന് കാരണം? എന്തേ ഈ അന്തരത്തിന് കാരണമുണ്ട്? അതെന്താ? അതൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്യുമ്പം മഹാനായ ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി ചർച്ച ചെയ്യുന്നത് കാണാം. അത് കാണുമ്പോഴാണ് എനിക്കും നിങ്ങൾക്കും നല്ല ഒരു പാഠം അവിടെ ഉള്ളത്. എന്തേ കാരണം? മുഖറബീങ്ങൾ എന്ന് പറയുന്ന ഈ വിഭാഗമില്ലേ, ഈ മുഖറബീങ്ങൾ ഉണ്ടാകുന്നത് അവര് സ്വർഗം കണ്ടുണ്ടാകുന്നവരല്ല. എന്താ അങ്ങനെ പറയാൻ കാരണം? മുഖറബീങ്ങൾ ഉണ്ടാകുന്നത് സ്വർഗം കണ്ടിട്ടല്ല. നല്ലൊരു മറുപടിയാണത്. ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞപ്പോഴാണ് അതിന്റെ ഗൗരവം കൂടുതൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. നിങ്ങൾ അതിങ്ങനെ ഓതുമ്പോൾ, അർത്ഥം അറിയുന്നവർ ഓതുമ്പോൾ ചിന്തിച്ചിട്ടുണ്ടാവും എന്തുകൊണ്ടാണ് ഈ മുഖറബീങ്ങളെ പറ്റി ഓലെ എണ്ണ ആദ്യം തന്നെയാണ് പറഞ്ഞു. സുല്ലത്തും മിനൽ അവ്വലീൻ വ ഖലീലും, പിന്നെയാണ് ഓൽക്ക് കിട്ടാൻ പോകുന്ന സുഖ സൗകര്യങ്ങൾ പറയുന്നത്. നേരെ ഈ മധ്യമ വിഭാഗത്തെ കുറിച്ച്, കഷ്ടിച്ച് സ്വർഗ അഡ്മിഷൻ കിട്ടുന്നവരെ കുറിച്ച് ആദ്യം അവരുടെ സുഖ സൗകര്യങ്ങളൊക്കെ പറഞ്ഞു. ഫീ സിദ്രിൻ മഖ്ദൂദ് വ തുൽഹിൻ മംദൂദ് വ ദില്ലിൻ മംദൂദ് വ മാഇൻ മസ്കൂബ് ഒക്കെ കഴിഞ്ഞതിന്റെ ശേഷം ലാസ്റ്റ് സുല്ലത്തും മിനൽ അവ്വലീന വ സുല്ലത്തും മിനൽ ആഖിരീൻ. ഇവര് ആദ്യ ബാച്ചിൽ ഇഷ്ടം പോലെ ഉണ്ട്, പിൻകാലക്കാരിലും ഇഷ്ടം പോലെയുണ്ട്, വയ്യ വരുന്ന ബാച്ചിലും ഇഷ്ടം പോലെ ഉണ്ട്. അത് പറഞ്ഞത് പിന്നെ, അവരുടെ എണ്ണം പറയുന്നത് പിന്നെ. ആദ്യ സൗകര്യം എന്താ കാരണം? ഈ മുത്തഖീങ്ങൾ മുഖറബീങ്ങളുടെ എണ്ണം അവർ കൂടുതൽ ഉണ്ടാകുക, കുറയാ. പിൽക്കാലത്ത് കുറയാ, ആദ്യകാലത്ത് കൂടുക എന്നൊക്കെ പറഞ്ഞത് അതൊന്നും ഏത് കണ്ടിട്ടല്ല? മുഖറബീങ്ങൾ ഉണ്ടാകുന്നത് ഹൂറുലീങ്ങളെ കണ്ടിട്ടല്ല. ശരിക്കും ചിന്തിക്കണം. അവര് പഴവർഗ്ഗങ്ങൾ കണ്ടിട്ടല്ല, അവരടിപൊളി ഫർണിച്ചറുകൾ കണ്ടിട്ടല്ല, സൗകര്യങ്ങൾ കണ്ടിട്ടല്ല മുഖറബീങ്ങൾ ജനിക്കുന്നത്. പിന്നെയോ അവര് ജനിക്കുന്നത് അള്ളാഹുവിനോടുള്ള സ്നേഹം കൊണ്ടാ. അള്ളാഹ് എന്നെ സൃഷ്ടിച്ചല്ലോ, അള്ളാഹിനോട് എനിക്ക് ബാധ്യതയുണ്ടല്ലോ എന്ന് കരുതിയിട്ടാ മുഖറബീങ്ങൾ ഉണ്ടായത്. നേരെ അസ്ഹാബുൽ യമീൻ അല്ല. അസ്ഹാബുൽ യമീനായിട്ട് ഉണ്ടാകണമെങ്കിൽ ആദ്യത്തൊക്കെ പറഞ്ഞോളാം. ഏത്? ഹൂറുലീനും അതുപോലെ തന്നെ സുഖ സൗകര്യങ്ങളും ഭക്ഷണവും വെള്ളവും ഇതൊക്കെ കേൾക്കുമ്പോഴേ അസ്ഹാബുൽ യമീൻ ഉണ്ടാവുള്ളൂ. ഒരു സ്വർഗത്തിന് വേണ്ടി അമൽ ചെയ്യണോല, മറ്റൊരു സ്വർഗത്തിന് വേണ്ടി അമൽ ചെയ്യണോലല്ല. ഇവര് നരകത്തെ പേടിച്ച് അമൽ ചെയ്യുന്നവരാ, മറ്റൊരു നരകത്തെ പേടിച്ച് അമൽ ചെയ്യുന്നവരല്ല. ബഹുമാനപ്പെട്ട റാബിയത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹാ മഹദി, ഒരു ദിവസം മഹദിക്ക് സംഭവിച്ച ഒരു അത്ഭുത സംഭവം ഉണ്ട്, പറയാം. ഇമാം ബഹുമാനപ്പെട്ട മഹദി റാബിയ റളിയല്ലാഹു അൻഹാ, 5 മിനിറ്റേ ഉള്ളതുകൊണ്ട് നമുക്ക് പറയണം. 2 കയ്യിൽ റാബിയത്തുൽ അദവിയ്യന്റെ വലത്തെ കയ്യിൽ വെള്ളം, ഇടത്തെ കയ്യിൽ തീയ്. റാബിയത്തുൽ അദവിയ്യ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. വലത്തെ കയ്യിൽ ഒരു പാത്രത്തിൽ വെള്ളമുണ്ട്, ഇടത്തെ കയ്യിൽ ഒരു പാത്രത്തിൽ തീയുണ്ട്. ഇത് രണ്ടും കൂടെ അങ്ങനെ പിടിച്ചിട്ട് അന്ന് റാബിയത്തുൽ അദവിയ്യ പുറത്തിറങ്ങാറില്ല. തന്റെ ആരാധനാ മണ്ഡപത്തിൽ ഇരുന്ന് അള്ളാഹുവിനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് അന്നാ സംഭവം. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എന്ത് ചെയ്തു? റാബിയ പുറത്തിറങ്ങിയിട്ട് സുബ്ഹാനല്ലാഹ്, നമ്മൾ കഴിഞ്ഞ ദിവസം അസ്റുൽ ബസ്രി പറഞ്ഞതുപോലെ മുങ്കാബികളെ കണ്ട നമ്മൾ ഭ്രാന്താന്ന് തോന്നുന്നു പറഞ്ഞില്ലേ, അതേ രൂപത്തിൽപ്പെട്ട അവസ്ഥ. 2 കയ്യിൽ, ഒരു കയ്യിൽ വെള്ളവും ഒരു കയ്യിൽ തീയുമായിട്ട് ഓടിങ്ങനെ വരുന്നുണ്ട് അങ്ങാടി കൂടെ. എല്ലാവരും പേടിച്ചു. എവിടേക്ക് റാബി റബ്ബേ പോകുന്നത്? ആർക്കും അടുക്കാൻ പേടി, കാരണം തീയാ, തൊടാൻ പേടിയാ എല്ലാവർക്കും. റാബിയത്തുൽ അദവിയ്യനെ, ബീവിയെ എല്ലാവർക്കും പേടിയാ. ഒന്ന് പ്രതികരിക്കാൻ, ഒന്ന് തടയാൻ ധൈര്യമുള്ള ഒറ്റ കുട്ടിയുള്ള. തീയും വെള്ളവുമായിട്ട് പോകുന്നത് കണ്ടിട്ട്, പരസ്പര വിരുദ്ധമായി 2 സംഗതികളുമായി ഓടുന്നത് കണ്ടിട്ട് പേടിയുണ്ട്. എന്ത് ഹലാക്കുണ്ടാക്കാനാണെന്നറിയില്ല. വിഷയം നാട്ടുകാർ ഹസനുൽ ബസരിയെ അറിയിച്ചു.
ഹസനുൽ ബസരി റാബിയത്തുൽ അദവിയും ഒരേ കാലക്കാരാണ്. ഹസനുൽ ബസരി റാബിയത്തുൽ അദവിയന്റെ അതേ പവറുള്ള ഒരു ആണാണ്. അതുകൊണ്ട് തന്നെ റാബിയത്തുൽ അദവിയനെ തടയാനും ചോദ്യം ചെയ്യാനും ഒക്കെ ഹസനുൽ ബസരിക്ക് ധൈര്യമുണ്ട്. ഹസനുൽ ബസരി വന്നിട്ട് മുന്നിലങ്ങ് നിന്നിട്ട് കൈ കൊണ്ട് തടുത്തവിടെ വെച്ചു. ഖിഫി യാ റാബിയ, നിൽക്കവിടെ റാബിയ. എങ്ങോട്ടാ പോകുന്നത്? ഈ വെള്ളവും തീയും കൊണ്ട് നിങ്ങൾ എങ്ങോട്ടാ ഓടുന്നത്? എന്ത് അലാക്കുണ്ടാക്കാനാ പോകുന്നത്? റാബിയ പറഞ്ഞു, മാറൂ ഹസൻ, മാറണം. ഞാൻ എന്റെ ദൗത്യം നിർവഹിക്കട്ടെ. എന്റെ ദൗത്യ നിർവഹണത്തിൽ നീ തടസ്സമാകരുത്. റാബിയ ഹസനുൽ ബസരിയോട് പറയുന്നത്. ഹസനുൽ ബസരി ചോദിച്ചു, എന്ത് ദൗത്യം നിർവഹിക്കാനാ നിങ്ങൾ പോകുന്നത്? ഞാൻ വിടൂല. എന്ത് ദൗത്യം നിർവഹിക്കാനാ പോകുന്നത്? പറ, എന്തിനാ നിങ്ങൾ പോകുന്നത്? മാറാനാ പറഞ്ഞത് റാബിയത്തുൽ അദവിയ. ഞാനൊരു കാര്യം ഉദ്ദേശിച്ചിട്ടുണ്ട്, അത് ചെയ്യട്ടെ. എന്താ എന്ന് ചോദിച്ചു. എന്തിനാ നിങ്ങളെ കയ്യിൽ ഈ വെള്ളവും തീയും? അവിടുന്ന് പറഞ്ഞു, അല്ലയോ ഹസൻ, എന്റെ കയ്യിലുള്ള ഈ വെള്ളം ഇത് നരകം അണക്കാനുള്ളതാണ്, നരകം കെടുത്തിക്കളയാനുള്ളതാണ്. കത്തിയാളുന്ന നരകം ഞാൻ ഈ പാട്ടയിലെ വെള്ളമൊഴിച്ച് ഞാൻ കെടുത്തിക്കളയും. എന്റെ ഈ കയ്യിലുള്ള തീയ് എന്തിനാണെന്നറിയോ? സുഖലോക സ്വർഗല്ലേ, അത് കത്തിച്ചാമ്പലാക്കാനാണ്, അത് കത്തിച്ചു കളയാനാണ്, അത് കത്തിക്കരിച്ചു കളയാനാണ്. സുബ്ഹാനല്ലാഹ്. ഹസനുൽ ബസരി ചോദിച്ചു, നിങ്ങൾ എന്തിനാ അങ്ങനെ? ചെയ്യാനുള്ള ആ ഒരു ദാഹം പ്രകടിപ്പിക്കുകയാണ് റാബിയത്തുൽ അദവിയ. ഉടനെ തന്നെ ചോദിച്ചു ഹസനുൽ ബസരി, അല്ല, സ്വർഗം കത്തിച്ചിട്ട് നരകം അണച്ചു കളഞ്ഞിട്ട് സ്വർഗം കത്തിച്ചിട്ട് നീ ജനങ്ങളൊക്കെയും അള്ളാഹുവിനെ ആരാധിക്കുന്നത് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനും സ്വർഗം നേടാനുമല്ലേ? നിങ്ങൾ സ്വർഗം നരകവും കത്തിക്കാൻ പറ്റുമോ? അത് കെടുത്തിക്കളയാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോ റാബിയത്തുൽ അദവിയ പറഞ്ഞു, അതെ ഹസൻ, ഇതാണ് എന്റെ പരാതി. ഇവിടെ ഉള്ള ജനങ്ങളൊക്കെ പടച്ചോൻ ആരാധിക്കുന്നത് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനാണ്, സ്വർഗത്തിൽ കടക്കാനാണ്. അങ്ങനെ ഒരു കുട്ടിയും ഇവിടെ റബ്ബിനെ ആരാധിക്കേണ്ട, അള്ളാഹിനോട് സ്നേഹമുള്ളവർ മാത്രം ആരാധിച്ചാൽ മതി. ഞാൻ അള്ളാഹുവിനെ ആരാധിക്കുന്നത് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനല്ല, ഞാൻ അള്ളാഹുവിനെ ആരാധിക്കുന്നത് സ്വർഗത്തിൽ കടക്കാനല്ല. എന്നെ അള്ളാഹു സൃഷ്ടിച്ചതിലുള്ള, എനിക്ക് അള്ളാഹു ചെയ്തു തന്നതിലുള്ള അനുഗ്രഹത്തിന് നന്ദി പ്രകടിപ്പിക്കുകയാണ് ഹസനുൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹിയോട് പറഞ്ഞു. അതാണ് എന്റെ പ്രശ്നം. ജനങ്ങളൊക്കെ ആരാധിക്കുന്നത് നരകവും സ്വർഗവും പേടിച്ചിട്ടാ. അപ്പൊ ആ സിസ്റ്റം ഇവിടെ വേണ്ട, ആ സംവിധാനം ഇവിടെ വേണ്ട. അള്ളാഹിനോട് സ്നേഹം ഉണ്ടായിട്ട് ജനങ്ങൾ ആരാധിക്കട്ടെ. റാബിയത്തുൽ അദവിയ പറയാം, ഇതൊക്കെ എവിടെ? സുഹൃത്തുക്കളെ, ഒരു കാര്യം കേട്ടോ, ഞമ്മക്കൊക്കെ ഇപ്പം മറ്റു തന്നെ ഉണ്ടായി കിട്ടിയാൽ മതി. അതില്ലാഞ്ഞിട്ടപ്പൊ ഈ വിഷമം. ഏത്? സ്വർഗവും നരകവേ. അത് പേടിച്ചിട്ടും ആഗ്രഹിച്ചിട്ടും ഒന്ന് നമ്മൾ ഇബാദത്ത് ചെയ്ത് കിട്ടിയാൽ തന്നെ നമ്മൾ മട്ടായി. അതില്ലാത്തതാ നമ്മുടെ സങ്കടം. മുഖറബീങ്ങൾ അങ്ങനെയല്ല. അവർ ഈ സൗകര്യം കേട്ടോ ഹൂർലീങ്ങളെ കേട്ട് ഇളകണോരല്ല. നമ്മളൊക്കെ ഇളകണമെങ്കിൽ ഇത് കേൾക്കണം, അതാ വിഷയം. അതുകൊണ്ട് നിർബന്ധമായും നരകത്തെ പേടിച്ച് സ്വർഗത്തെ മോഹിച്ചുകൊണ്ട് നമ്മൾ അമൽ ചെയ്യുക. കാരണം മറ്റേതൊന്നും നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരു മേഖലയാണ്. ബഹുമാനപ്പെട്ട റാബിയത്തുൽ അദവിയെ പിടിച്ച് തന്റെ ആരാധനാ മണ്ഡപത്തിൽ കൊണ്ടുപോയി ഇരുത്തിയെന്ന് നമുക്ക് കാണാൻ കഴിയും. റാബിയത്തുൽ അദവിയനെ ഹസനുൽ ബസരി രണ്ടുപേരും ഒരേ പവറിലെത്തി. റാബിയത്തുൽ അദവിയന്റെ പവറിലെത്തിയ പെണ്ണ്, ഹസനുൽ ബസരിയുടെ പദവിയിലെത്തിയ ആണ്. ഇവർ ഒരു അത്യാവശ്യ ഘട്ടത്തില് ഒരു പെണ്ണ് ഒരാണ്, രണ്ടുപേരും ഇതേ പവറിലാണെങ്കിൽ, ഹസനുൽ ബസരിന്റെ പവറുള്ള ആണും റാബിയത്തുൽ അദവിയന്റെ പവറുള്ള പെണ്ണുമാണെങ്കിൽ, ഒരു അത്യാവശ്യ ഘട്ടത്തിൽ അവളെ പിടിച്ചു, തടഞ്ഞു, കൊണ്ടുപോയാക്കി. ഇതിനൊന്നും കുഴപ്പമില്ല. കൊണ്ടുപോയി അവളുടെ ആരാധനാ മണ്ഡപത്തിലോ വീട്ടിലോ ഒക്കെ കൊണ്ടുപോയി ആക്കി കൊടുത്തു. ഇതിനൊന്നും ഒരു കുഴപ്പമില്ല. തൊട്ടു, കണ്ടു. അത് മഹാന്മാർ ചർച്ച ചെയ്യുന്നത് കാണാം, ഫിഖ് ഗ്രന്ഥങ്ങൾ തന്നെ ചർച്ച ചെയ്യുന്നത് കാണാം. ഹസനുൽ ബസരിന്റെ പവറിലെത്തിയ ആണും റാബിയത്തുൽ അദവിയന്റെ പവറിലെത്തിയ പെണ്ണും ആവണം. ഈ സംഭവം കൂടെ അതിന് തെളിവാണ്. ഇങ്ങനെ സംഭവിച്ചു എന്നുള്ളത്. പക്ഷെ അത് ആവണട്ടോ. ഇത് കേട്ടിട്ട് ഷെയ്ഖിന് മുരീദത്തിനെ തൊടാനുള്ള തെളിവല്ലത്. ഇന്നിപ്പോൾ ആ കാലഘട്ടം പറയാതിരിക്കാൻ വയ്യ. കാരണം രണ്ടാളും ഒരേ പവറിലാവണം. അവിടെ ആ വിഷയം. ഷെയ്ഖ് മാത്രം നന്നായിട്ട് കാര്യമല്ല, ഷെയ്ഖ് തന്നെ നന്നായിടോ ചിന്തിക്കണം ഇക്കാലഘട്ടത്തിൽ. അല്ലാതെ അത് യഥേഷ്ട ഹസ്തദാനം ചെയ്യാനും തൊടാനും പിടിക്കാനുള്ള തെളിവല്ല. ഒരു അത്യാവശ്യ ഘട്ടത്തിൽ ഇങ്ങനെ രണ്ടുപേരും ഇതേ പവറിലാണെങ്കിൽ അങ്ങനെ തൊട്ടു. കാരണം ഇവരുടെ മനസ്സിൽ എത്രയേ ഉള്ളൂ, അള്ളാഹ് എന്ന ചിന്തക്കപ്പുറത്ത് ഇവർക്കൊന്നും വരാനില്ല. അതാണ് ഇതിന്റെ കാരണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും നന്നാക്കി തരട്ടെ.